അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. സൂറത്തുൽ മാഇദയിലെ 54-ാമത്തെ ആയത്തിൻ്റെ ശേഷിക്കുന്ന ഭാഗമാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഈ സൂക്തം സത്യവിശ്വാസികളെയാണ് അഭിസംബോധന ചെയ്യുന്നത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ വെടിഞ്ഞ് പുറത്തു പോകുന്ന ആളുകൾക്ക് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയും അവർ തിരിച്ച് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ അള്ളാഹു കൊണ്ടുവരുമെന്നാണ് ഈ സൂക്തത്തിൻ്റെ സാരം. ഇതിൽ ആദ്യമായി നമുക്ക് പറയാനുള്ളത് യുഹിബ്ബുഹും വ യുഹിബ്ബൂനഹു എന്നാണ്. അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നു, അവർ അള്ളാഹുവിനെ തിരിച്ചും ഇഷ്ടപ്പെടുന്നു. ഏതാണ് ആ വിഭാഗം? അതേക്കുറിച്ചുള്ള ചർച്ചയാണ് ആദ്യമായി നമുക്ക് നടത്താനുള്ളത്. തുടർന്ന് അദില്ലത്ത് എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ട്. അങ്ങനെയുള്ള ഒട്ടേറെ ലഫ്ലിയായ ചർച്ചകളും ശേഷിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ഭാഗത്തേക്ക് തഫ്സീറിൻ്റെ യുഹിബ്ബുഹും വ യുഹിബ്ബൂനഹു എന്ന ഭാഗത്ത് ആരംഭിക്കാം. എന്താണ് അള്ളാഹു ഇഷ്ടപ്പെടുക? അള്ളാഹുവിനെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടുക എന്താണ്? ഇഷ്ടത്തിൻ്റെ സാരം എന്താണ്? യുഹിബ്ബുഹും വ യുഹിബ്ബൂനഹു മഹബ്ബത്തുൽ ഇബാദി ലി റബ്ബിഹിം. അടിമകൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിനർത്ഥം ത്വാഅത്തുഹു വ ഇബ്തിഗാഉ മർളാത്തിഹി, അള്ളാഹുവിനെ വഴങ്ങി ജീവിക്കുക എന്നും അള്ളാഹുവിൻ്റെ തൃപ്തി കാക്ഷിക്കുക എന്നുമാണ്. വ അല്ലാ യഫ്അലു മാ യൂജിബു സഖതഹു വ ഇഖാബഹു, അള്ളാഹുവിൻ്റെ ശിക്ഷയും അള്ളാഹുവിൻ്റെ കോപവും കൊണ്ടുവരുന്ന ഒന്നും ചെയ്യാതിരിക്കുക എന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വ മഹബ്ബത്തുല്ലാഹി ലി ഇബാദിഹി അൻ യുസീബഹും അഹ്സന സവാബി അലാ ത്വാഅത്തിഹിം. അപ്പോൾ ഇവർ ചെയ്യുന്ന ഈ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുക എന്നുള്ളതാണ് അള്ളാഹു അടിമകളെ ഇഷ്ടപ്പെടുക എന്നുള്ളതിൻ്റെ അർത്ഥം. വയു അള്ളിമഹും വയുസ്നി അലൈഹിം, അവരെ ബഹുമാനിക്കുകയും അവരെ പുകഴ്ത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹു ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം. വയർല അൻഹും, ഇതാണ് യാഥാർത്ഥ്യം. അല്ലാതെ നമ്മുടെ പുറം ലോകത്ത് കാണുന്ന ചില മായക്കാഴ്ചകൾ, സൂഫിസം എന്ന് പറയുന്ന മായക്കാഴ്ചകളല്ല അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കാനുള്ള മാർഗം. വ അമ്മാമായ തക്കിദുഹു അജ്ഹലുന്നാസി വ അഅദാഹും ലിൽ ഇൽമി വ അഹ്ലിഹി, അപ്പോൾ ചില വിഡ്ഢികളായ ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യം. വ അംഖത്തുഹും ലിശ്ശറഇ, അവരെങ്ങനെയെന്ന് ചോദിച്ചാൽ അവർ ഈ വിജ്ഞാനം, അറിവിനോട് അത്രയും ശത്രുത പുലർത്തുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ശറഇനോട് വളരെ ദേഷ്യം പുലർത്തുന്ന ആളുകളാണ്. വസ്വഉഹും തരീഖത്തൻ, അവരുടെ പാത, അവരുടെ പന്ഥാവ് വളരെ മോശമാണ്. ഓക്കെ, എന്നാലോ വ ഇൻകാനത്ത് ത്വരീഖത്തുഹും ഇന്ദ അംസാലിഹിം മിനൽ ജഹലത്തി വസുഫഹാഇ ശൈഅ, അവരുടെ ചിലപ്പോൾ അവരെ പോലുള്ള ആളുകളുണ്ടാവും. ചില ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഒരു വളരെ മോശം ആളുകളാണ്, എന്നാലോ അവരുടെ സമാനമായ മനസ്കഥയുള്ള ആളുകളുണ്ടാവും. അവരുടെ അടുത്ത് ഇവരെന്തൊക്കെയോ ആയിരിക്കും ചെയ്യും. വൈൻഖാന ത്വരീഖത്തും, അവരുടെ ത്വരീഖത്താണെങ്കിലും ഇന്ദ അംസാലിഹിം, അവരെ പോലുള്ള ആളുകൾ. അവരാരാ? മിനൽ ജഹലത്തി വസുഫായി, പൊട്ടന്മാർ, വിഡ്ഢികൾ. അങ്ങനത്തെ ആളുകളുടെ അടുത്ത് ഇവർ ഷെയ്അൻ എന്തൊക്കെയായിരിക്കും. എന്നാലോ സത്യത്തിൽ ഇവർ ശറഇനോട്, അതുപോലെ യഥാർത്ഥ ജ്ഞാനത്തോട് ഒക്കെ വിരോധം പുലർത്തുന്ന ആളുകളുമായിരിക്കും. അവരാരാണ്? വഹുമുൽ ഫിർഖത്തുൽ മുഫ്തഇലത്തുൽ മുതഫഅലതു മിന സൂഫി, സൂഫിസം എന്ന് കെട്ടുകാഴ്ച ചെയ്യുന്ന ആൾ, നടിക്കുന്നവരാണ്. വമാ യുദീനൂന ബിഹി മിനൽ മഹബ്ബത്തി വൽ ഇഷ്കി വത്തഗന്നി അലാ കറാസിയിഹിം ഖറബഹുല്ലാ. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? സ്നേഹത്തിൻ്റെ ആളുകൾ, ഇഷ്കിൻ്റെ ആളുകൾ, തഗന്നിലെ ഗാനം, അതിൻ്റെയൊക്കെ ആളുകളാണ്. വത്തഗന്നി അല കറാസിയിഹിം, കുർസി എന്നുള്ളതിൻ്റെ ജമ്മാണ് കറാസി. അപ്പോൾ അവരുടെ ചില സദസ്സുകൾ, ആ സദസ്സുകളിലൂടെ ഇഷ്കിൻ്റെ പ്രസരണം നടത്തുന്ന ആളുകൾ, അവർ പറയുന്നു ഞങ്ങളാണ് അള്ളാഹുവിൻ്റെ ഇഷ്കിൻ്റെ ആളുകളെന്ന്. ഖറബഹല്ലാ, അള്ളാഹു അത് നശിപ്പിക്കുമാറാവട്ടെ. വഫി മറാഖീസിഹിം അത്തലഹല്ലാ, അള്ളാഹു ഒഴിഞ്ഞു നിൽക്കുന്നു. അള്ളാഹു എന്ന് പറയുന്ന ആ ഒരു മഹത്തായ ദാത്ത്, ആ ദാത്ത് മാറി നിൽക്കുന്ന ഓരോ മർക്കസുകൾ, മർക്കസ് പറഞ്ഞാൽ ചിലപ്പം ഡാൻസ്, നൃത്തശാലകൾ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അവർ ചില എന്താ പറയുക പ്രകടനപരതകളുടെ ആളുകളാണ്. ഓക്കെ, അവരാണ് പറയുന്നത് ഞങ്ങളാണ് സൂഫികളെന്ന്. അത് തെറ്റാണ്. ഓലെന്താ ചെയ്യുന്നത്? ബി അബിയാത്തിൽ ഗസലിൽ മഖൂലത്തി ഫിൽ മുർദാനില്ലദീന യുസമ്മൂനഹും ശുഹദാ,
അവർ ശുഹദാക്കൾ എന്ന് വിളിക്കുന്ന ചില അമ്രതികൾ, അതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്നതിൽ അവ്യക്തതയുണ്ട്. ചില മുർദാന എന്ന അമ്രതുകൾ, ചില ആളുകൾ അമ്രതുകളെക്കുറിച്ച് കവിതകൾ ചൊല്ലിയാണ്, ഗസലുകൾ ചൊല്ലിയാണ് അവരുടെ സൂഫിസം പ്രചരിപ്പിക്കുന്നത്. പിന്നെയോ അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ഭക്ഷണമൊന്നും കഴിക്കാതെ അല്ലെങ്കിൽ അള്ളാഹുവിൻ ഒരു സ്നേഹം, അള്ളാഹുവിൻ്റെ എന്ന് പറയാൻ പറ്റില്ല, സ്നേഹത്തിൽ അലിഞ്ഞ് ലയിച്ച് ബോധക്ഷയരായി വീഴുന്നതാണ് സ്നേഹം സൂഫിസം എന്നാണ് അവർ കരുതിയിട്ടുള്ളത്. ബോധക്ഷയരായി സഅക്കാത്തിഹിം, അവർ ബോധക്ഷയരായിട്ടൊക്കെ വീഴും. അല്ലത്തി, എങ്ങനത്തെ ബോധക്ഷയം? അയിന അൻഹാ സഅക്കത്ത് മൂസ ഇന്ദക്കി തൂർ പർവ്വതം പൊട്ടിത്തകർന്നപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ബോധക്ഷയനായിട്ട് വീണിട്ടുണ്ട്. അതും ഇതും എവിടെ കിടക്കുന്നു? ഒരു പരിഹാസ രൂപത്തിൽ മുഫസ്സിർ പറയുകയാണ്. അപ്പോൾ അങ്ങനെ കരുതുന്ന കുറേ ആളുകളുണ്ട്. അതാണ് സൂഫിസം എന്ന് കരുതുന്ന ആളുകൾ. തെറ്റാണത്. വിഡ്ഢികളായ ആളുകൾ വിശ്വസിക്കുന്ന ആ കാര്യം അള്ളാഹു അതിൽ നിന്നൊക്കെ എത്രയോ വിദൂരത്താണ്, അള്ളാഹു അതിൽ നിന്നൊക്കെ എത്രയോ മഹോന്നതനാണ്. അതും അള്ളാഹുവിനോടുള്ള സ്നേഹവും തമ്മിൽ ഒരു ബന്ധവുമില്ല. വമിൻ കലിമാത്തി, അവരെ വിടുന്നില്ല മുഫസ്സിർ. അവർ ചിലപ്പം പറയും കമാ അന്നഹു ബിദാത്തിഹി യുഹിബ്ബും, അള്ളാഹുവിൻ്റെ ദാത്ത് കൊണ്ട് അവരെ ഇഷ്ടപ്പെടുന്നത് പോലെ കദാലിക യുഹിബ്ബൂന ദാത്തഹു, ഇവരും അള്ളാഹുവിൻ്റെ ദാത്തിനെയാണ് ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഫഇന്നൽ ഹാ, അവിടെ യുഹിബ്ബൂനഹു എന്ന് പറയുന്നിടത്തുള്ള ഹാ റാജിഅത്തുൻ ഇല ദാത്തി, അള്ളാഹുവിൻ്റെ ദാത്തിലേക്കാണ് പോകുന്നത്. ദൂന നുഅത്തി വസിഫാത്തി, അള്ളാഹുവിൻ്റെ സിഫത്തുകളിലേക്കല്ല. അള്ളാഹു എന്ന റഹീമിനെ അല്ല അവർ ഇഷ്ടപ്പെടുന്നതെന്നാണ് അവർ പറയുന്നത്. അള്ളാഹു എന്ന ഖാദിറിനെ അല്ല അവർ ഇഷ്ടപ്പെടുന്നത്. അവർ അള്ളാഹു അല്ലേ, അള്ളാഹു. അപ്പം നമ്മൾ ഈ സിഫത്തുകളെല്ലാം മനസ്സിലാക്കി, നമ്മൾ യഥാർത്ഥ സൂഫി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സിഫത്തുകളെ മനസ്സിലാക്കി, അള്ളാഹുവിൻ്റെ വൈശിഷ്ട്യങ്ങളെ മനസ്സിലാക്കി, ശ്രേഷ്ഠതകളെ മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് എത്തുക എന്നുള്ളത്. ഇവർക്കാവുന്നില്ല. ഇവർക്ക് അള്ളാഹുവിൻ്റെ ന്യായത്തുകളോ സിഫത്തുകളോ ഒന്നും അറിയില്ല. ഇവരുടെ ദാത്തിനെയാണ് ഇഷ്ടപ്പെടുന്നതെന്നാണ് ഓല് പറയുന്നത്. എന്നിട്ട് ഓല് പറയാണ് അൽ ഹുബ്ബു ഷർത്തുഹു അൻ തൽഹഖുഹു സക്കറാത്തുൽ മഹബ്ബ, സ്നേഹത്തിൻ്റെ ആ ഒരു മാധുര്യമുണ്ട്, സ്നേഹത്തിൻ്റെ ആ ഒരു ലയനമുണ്ട്. ആ ലയനം ഉണ്ടെങ്കിലേ സൂഫിസം ഉണ്ടാവുള്ളൂ എന്നാണ് ഓല് പറയുന്നത്. അൽ ഹുബ്ബ് എന്ന് പറയുന്നത് ഷർത്തുഹു, അതിനൊരു മാനദണ്ഡമുണ്ട്. അൻ തൽഹഖുഹു സക്കറാത്തുൽ മഹബ്ബ, മഹബത്തിൻ്റെ ആ സക്രാത്ത് കിട്ടണം. ഫഇല്ലം യകുൻ ദാലിക ലം തകുൻ ഫിഹി ഹഖീഖ, അതില്ലെങ്കിൽ ആ സക്കറാത്തില്ലെങ്കിൽ സ്നേഹത്തിൽ ഹഖീഖത്തില്ല എന്നാണ് ഓല് പറയുന്നത്. ഇതൊരു വിടുവായിത്തമാണ്. അപ്പോൾ അതൊരു പ്രകടനപരത കൂടിയാണ്. അതുകൊണ്ടാണ് അത് വിടുവായിത്തമായി മാറുന്നത്. ആരാണ് സ്നേഹത്തിന് മാനദണ്ഡം സൃഷ്ടിക്കുന്നത്? സ്നേഹം എന്ന് പറയുന്നത് സ്നേഹിക്കുന്നവനും സ്നേഹിക്കപ്പെടുന്നവനും തമ്മിലുള്ള അഭേദ്യമായ ഒരു ഗാഢമായ താതാത്മ്യപ്പെടലാണ്, അല്ലാതെ കാഴ്ചപ്പെടലുകളല്ല. അപ്പോൾ ഇവർ ഈ കാഴ്ചപ്പെടലുകളിലാണ് വിശ്വസിക്കുന്നത്. യഥാർത്ഥ സൂഫി അള്ളാഹുവും അവനും മാത്രം അറിയുന്ന ഒരു സ്നേഹത്തിൻ്റെ താതാത്മ്യപ്പെടലിലാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അത് തീർന്നു. ഫൈൻ കുൽത്ത, അപ്പോൾ അടുത്ത ചോദ്യം, ഐന റാജി മിനൽ ജസാഇ ഇലൽ ഇസ്മിൽ മുത്തളമ്മിന മിനൽ മഅന ഷർത്ത്. ഓക്കെ, അപ്പോൾ എവിടേക്കാണ് ഐന റാജി മിനൽ ജസാഇ ഇലൽ ഇസ്മിൽ മുത്തളമ്മിന ലിമഅന ഷർത്ത്? ഇപ്പോൾ ഇത് സംശയം ഇതാണ്, എന്താണ് ഖുർആനിലുള്ളത്? മൈ യർത്തദിദ് മിൻകും ദീനഹു, അല്ലേ? അവിടെ ഒരു ഉണ്ടല്ലോ, മന്ന് ഷർത്തിൻ്റെ മന്നാണ്. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും സ്വന്തം ദീനിനെ വെടിഞ്ഞാൽ അത് വേറെ കിടക്കുന്നു. എന്നിട്ട് എന്താ പിന്നെ പടച്ചോൻ പറയുന്നത്? ഫസൗഫ യഅ്തില്ലാഹു ബിഖൗമി യുഹിബ്ബൂനഹും യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ മൻ എന്നുള്ള ഈ ഷർത്തിലേക്ക് മടങ്ങുന്ന റാജ് എവിടെ എന്നാണ് ചോദ്യം. ഐന റാജ് മിനൽ ജസാഇ, ജസായിൽ നിന്ന്, അഥവാ ജവാബ്, ഷർത്തിൻ്റെ ജവാബാണ് എന്ത്? ഫസൗഫ യഅ്തില്ലാഹു ബിഖൗമി എന്നുള്ളത്. ആ ഒരു കലിമത്തിൽ എവിടെയാണ് ജവാബ്? ആ ജവാബിൽ എവിടെയാണ് റാജ്? എങ്ങോട്ടുള്ള റാജ്? ഇലൽ ഇസ്മിൽ മുത്തളമ്മിന ലിമഅന ഷർത്തി, ഷർത്തിൻ്റെ മായനയെ ഉൾക്കൊള്ളിക്കുന്ന ഒരു ഇസ്മ അഥവാ മൻ. അപ്പോൾ മന്നിലേക്ക് മടങ്ങുന്ന റാജ് എവിടെ? കാണാനില്ലല്ലോ. ഒരു ഹൂന്നോ ലമീർ ഒന്നും കാണാനില്ലല്ലോ. കുൽത്തു ഹുവ മഹ്ദൂഫുൻ, ഉത്തരം അത് കളയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ്? മൈ യർത്തദ്ദ മിൻകും ദീനഹു ഫസൗഫ യഅ്തില്ലാഹു ബിഖൗമിൻ മകാനഹും, അവിടെ ഹും അങ്ങനെ വരുന്നുണ്ട്. മക്കാനഹും എന്നുള്ള ഒരു സംഗതി അവിടെ കളയപ്പെട്ടതാണ്. അവിടെ ഒരു ഹുമ്മില്ലേ, ആ ഹുമ്മാണ് മന്നിലേക്ക് മടങ്ങുന്നത്. ഫസൗഫ യഅ്തില്ലാഹു, അള്ളാഹു കൊണ്ടുവരും ബിഖൗമിൻ, ഒരു സമൂഹത്തെ, മക്കാനഹും ഇവർക്ക് പകരം, ഈ മുർത്തദ്ദായി പോയവർക്ക് പകരം, ഔ ബിഖൗമിൻ ഗൈറഹും വമാ അശ്ബഹ ദാലിക, അല്ലെങ്കിൽ എന്തുവാണെങ്കിലും പറയാം. മക്കാനഹും എന്ന് പറയാം, അല്ലെങ്കിൽ ബിഖൗമിൻ ഗൈറഹും എന്ന് പറയാം. മക്കാനഹും എന്നുള്ളടത്ത് ഗൈറഹും എന്ന് പറയാം.
അല്ലെങ്കിൽ അതുപോലത്തെ എന്തും നിങ്ങൾക്ക് പറയാം. എന്തായാലും അവിടെ ഒരു ലമീർ ഉണ്ട്, ആ ലമീർ കളയപ്പെട്ടതാണ്. അതാണ് മന്നിലേക്ക് മടങ്ങുന്നത്, മൻ എന്നുള്ളതിലേക്ക് മടങ്ങുന്നത്. സ്വാഭാവികമായൊരു ചോദ്യം, സ്വാഭാവികമായ ഉത്തരം. അതില്ലത്ത് ഒരു ലഫ്ലിയായ ചർച്ച. അതില്ലത്ത് എന്നുള്ളത് ജം ആണ്. അതിൻ്റെ മുഫ്രദ് ദലീൽ എന്നാണോ ദലൂൽ എന്നാണോ? ദലീൽ എന്നാണെങ്കിൽ നമ്മൾ പറയും നിന്യർന്ന്, ഇവിടെ ആ അർത്ഥത്തിലല്ല, വിനയാന്യതർ എന്നുള്ള അർത്ഥം കേട്ടോ. ആ അർത്ഥത്തിലാണ് ഇവിടെ. ദലീലിൻ്റെ ജമ്മാണ്, അല്ലാതെ ദലൂലിൻ്റെ ജമ്മല്ല. ദലൂൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലൈഫ് അല്ലെങ്കിൽ ലൈഫ് ഡിഫിക്കൽട്ട് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ദലൂലുണ്ട്. ആ ദലൂലിൻ്റെ അർത്ഥമല്ല, ആ ദലൂലിൻ്റെ ജം അല്ല അതില്ലത്ത്. ഓക്കെ, അതില്ലത്ത് എന്നുള്ളത് ജമ്മു ദലീലാണ്, അഥവാ വിനയാന്യതർ എന്നാണ് അർത്ഥം. അമ്മ ദലൂൽ എന്നുള്ളത് ജംഉഹു ദുലുൽ എന്നാണ്. അങ്ങനെ തഫ്സീർ പറഞ്ഞ ആളുകളുണ്ട്. ദലൂലിൻ്റെ ജമ്മാണിത്. ദലൂലിൻ്റെ ജമ്മ് ദുലുൽ എന്നാണ് വരിക, ഫഊലിൻ്റെ ജമ്മ് ഫഉൽ. വമൻ സഅമ അന്നഹു മിന ദില്ലി ലദീ ഹുവ നഖീലു സുഊബ, സുഊബത്ത് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റായ ദില്ലിൽ നിന്നാണ് ഈ ദലീൽ അല്ലെങ്കിൽ അതില്ലത്തൊക്കെ വന്ന് എന്ന് പറയുന്നത്. ഫഖദ് ഗബിയ അൻഹു അന്ന ദലൂലൻ ലാ യജ്മഉ അലാ അതില്ല. അവരാദ്യം മനസ്സിലാക്കേണ്ടത് ദലൂൽ എന്നുള്ളത് എന്തായാലും ഒരിക്കലും എന്താവില്ല, അതില്ലത്ത് എന്നുള്ളതിൻ്റെ മുഫ്രദാവില്ല. ദലൂൽ എന്നുള്ളതിൻ്റെ ജമ്മ അതില്ലത്ത് എന്നുള്ളതാവില്ല. അപ്പോൾ മനസ്സിലാക്കുക ദലീലിൻ്റെ ജമ്മാണ് അത് എന്നുള്ളത്. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്തല്ല, ഈ സുഊബത്തിൻ്റെ ഓപ്പോസിറ്റുള്ള അർത്ഥമല്ല, മറിച്ച് വിനയം, നിന്ദ്യൻ എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഫൈൻ കുൽത്ത ഹല്ല ഖീല അതില്ലത്തിൽ ലിൽ മുഅ്മിനീന അഇസ്സത്തിനൽ കാഫിരീന എന്നല്ലേ പറയേണ്ടിയിരുന്നത്? ഖുർആനിൽ എങ്ങനെ പറഞ്ഞത്? അതില്ലത്തിൻ അലൽ മുഅ്മിനീന എന്നല്ലേ പറഞ്ഞത്? ശരിക്കും പറയേണ്ടത് എങ്ങനെ? മുഅ്മിനീങ്ങൾക്ക് വിനയാന്യതരായി. ലീ എന്നല്ല പറയേണ്ടത്, അല എന്നല്ലല്ലോ പറയേണ്ടത്. കുൽത്തു ഫീഹി വജ്ഹാനി. ഇതൊന്ന് മനസ്സിലാക്കിച്ചോളി, ഇത് ചോദ്യത്തിന് സാധ്യതയുള്ളതാണ്. അതില്ലത്തിൽ ലിൽ മുഅ്മിനീന എന്നുള്ളതിന് പകരം അതില്ലത്തിൽ ലിൽ മുഅ്മിനീന എന്നല്ലേ പറയേണ്ടത്? എന്തുകൊണ്ട് അതില്ലത്തിൻ അലൽ മുഅ്മിനീന എന്ന് പറഞ്ഞു? അഹദുഹുമ അയ്യുളമ്മന ദുല്ലു മഅനൽ ഹുനുവി വൽ അത്ഫി. ഇവിടെ ലി എന്ന് പറയുന്നതോടെ അല എന്ന് പറയുന്നതോടെ അതിനൊരു ഹുനുവിൻ്റെയും ഒരു അത്ഫിൻ്റെയും ഒരു സ്നേഹത്തിൻ്റെയും ഒരു വാത്സല്യത്തിൻ്റെയും അർത്ഥം കൈവരുന്നു. ആത്തിഫീന അലൈഹിം, ആത്തിഫീന അലൈഹിം, ആത്തിഫീന ലഹും എന്ന് പറയില്ലല്ലോ, ആത്തിഫീന അലൈഹിം, അവരുടെ മേൽ വാത്സല്യം കാണിക്കുന്നവർ. അലാ വജ്ഹി തദല്ലുലി വത്തവാളുഅി, വിനയത്തോടെ. അതാണ് ഒരു കാരണം. വസാനി രണ്ട്, അന്നഹും മഅ ശറഫിഹിം വഉലുവി തബഖതിഹിം വഫളിഹിം അലൽ മുഅ്മിനീന ഖാഫിദൂന ലഹും അജ്നിഹതഹും. അവർ മറ്റു മുഅ്മിനീങ്ങളെക്കാൾ ഫളിലും തബഖത്തിലും ഷറഫിലും അത്യുന്നതരായിരിക്കെ തന്നെയും, അതില്ലത്തിന് അലൽ മുഅ്മിനീന എന്ന് പറയുമ്പോൾ അതൊക്കെ ആർത്തൊക്കെ വരണം. അല മറ്റു മുഅ്മിനീങ്ങളെക്കാൾ എല്ലാ കാര്യങ്ങളിലും ഒരു പടി മുകളിലായിരിക്കെ തന്നെയും ഖാഫിദൂന ലഹും അജ്നിഹതഹും, അവരോട് വിനയത്തോടെ പെരുമാറും. ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അലട്ട് കൊടുത്തത്, അല. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഖുർആനിൽ മറ്റൊരു സൂറത്തുൽ ഫത്തയിൽ കാണാം, അഷിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും എന്ന് കാണാൻ പറ്റും. സൂറത്തുൽ ഫത്ത് 29-ാമത്തെ ആയത്ത്. അതെ, ബിൻ നസ്ബി അലൽ ഹാലി കേട്ടോ. അത് എന്താ, ഇതേപോലെ തന്നെയാണ്, ഇതേ അർത്ഥത്തിൽ തന്നെയാണ് അതും വന്നിട്ടുള്ളത്, അതേ അർത്ഥത്തിൽ തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് എന്നർത്ഥം. ഓക്കെ, ഇപ്പം കുരിയ അതില്ലത്തൻ വ ഐസത്തൻ ബിൻ നസ്ബി അലൽ ഹാലി. അതില്ലത്തൻ എന്ന് നസ്ബ് കൊണ്ട് ഓതിയിട്ടുണ്ട്, അതിന് അപ്പോൾ അർത്ഥം ഹാലായിട്ടായിരിക്കും. അപ്പോൾ ഇവർ മുഅ്മിനീങ്ങളോട് വിനയാന്യതരും ശത്രുക്കളോട് അതിശക്തമായി പോരാടുകയും ചെയ്യുന്നവരായിരിക്കെ എന്താണ്, അള്ളാഹു അവരെ കൊണ്ടുവരും എന്നർത്ഥം. വലാ യഖാഫുൻ, അടുത്ത അവരുടെ വിശേഷണം, വലാ യഖാഫുന ലൗമത ലായിമിൻ, മറ്റുള്ളവർ പറയുന്നതിനൊന്നും ചെവി കൊടുക്കൂല, ഇവർ ആക്ഷേപങ്ങൾക്ക് ചെവി കൊടുക്കൂല. യഹ്തമിലു അൻ തകൂനൽ വാവു വ ലാ യഖാഫുന വ, അത് വാവ് ഹാലിനാവാൻ സാധ്യതയുണ്ട്. അല അന്നഹും യുജാഹിദൂന വഹാലുഹും ഫിൽ മുജാഹദത്തി ഖിലാഫു ഹാലിൽ മുനാഫിക്കീൻ, ഇവർ നന്നായി സമരമാർഗത്തിൽ വ്യാപൃതരായിരിക്കുന്നവരായിരിക്കും, പക്ഷേ ആ ഒരു മുജാഹദത്തിൻ്റെ സമയത്ത് അവർ മുനാഫിക്കീങ്ങളെ പോലെ ആവില്ല. മുനാഫിക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെന്തെങ്കിലും പറയുമോ എന്ന് പേടിച്ചടക്കുന്ന പോലെയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് മുനാഫിക്കീങ്ങളല്ല എന്നുകൂടി വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഹാലിൻ്റെ രൂപത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. ഫഇന്നഹും കാനു മുവാലീന ലിൽ യഹൂദി, ഈ മുനാഫിക്കീങ്ങൾ യഹൂദികളുടെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. ലുഅനത്തി, യഹൂദികൾ അള്ളാഹു ശപിക്കട്ടെ. ഫഇദാ ഖറജു ഫി ജയ്ഷിൽ മുഅ്മിനീന, അവർ മുഅ്മിനീങ്ങളുടെ കൂടെയാണ് പോവുക ഈ മുനാഫിക്കീങ്ങൾ. ഖാഫു ഔലിയാഅഹുമുൽ യഹൂദ, പക്ഷേ അപ്പോഴും അവർക്ക് അവരുടെ സുഹൃത്തുക്കളായ അവരുടെ നേതാക്കളായ യഹൂദികളെ ഭയമായിരുന്നു. ഫലാ യഅമലൂന ശൈഅൻ മിമ്മാ യഅമലൂന അന്നഹും യൽഹഖുഹും ഫീഹി ലൗമുൻ മിൻ ജിഹതിഹിം, അപ്പോൾ ഇവരൊരു പണിയെടുക്കൂല
ഫലാ യഅമലൂന ഷൈഅൻ, ഒന്നും പണിയെടുക്കൂല അവർ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ട്. കാരണം എന്താ, മിമ്മാ യഅലമൂന അന്നഹു യൽഹഖും ഫീഹി ലൗമും മിൻ ജിഹതിഹിം, കാരണം എന്തെങ്കിലും ഒരു നല്ല കാര്യം മുഅ്മിനീങ്ങൾക്ക് അനുകൂലമായി ചെയ്താൽ അപ്പോൾ യഹൂദികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആക്ഷേപം വരുമോ എന്നുള്ള പേടി അതോൽക്ക് അറിയാം. വഅമ്മൽ മുഅ്മിനൂന ഫകാനൂ യുജാഹിദൂന ലിവജ്ഹില്ലാഹി ലാ യഖാഫൂന ലൗമത ലായിമിൻ ഖത്ത്. പക്ഷെ മുഅ്മിനീങ്ങൾ നേരെ തിരിച്ചാണ്. അവർ അള്ളാഹുവിൻ്റെ സമരമാർഗത്തിൽ പോരാടുമ്പോൾ മറ്റുള്ളവരുടെ ആക്ഷേപങ്ങൾക്ക് ചെവി കൊടുക്കുന്നവരേ അല്ല. ഇപ്പോൾ വലാ യഖാഫൂന ലൗമത ലായിം എന്നുള്ളത് ഹാലാണെന്നാണ് പറഞ്ഞത്. വേണമെങ്കിൽ ഇനി അത് അത്ഫുമാക്കാം. ഐ അല അന്ന മിൻ സിഫത്തിഹിം, അവരുടെ സിഫത്ത്, ഈ അള്ളാഹു വിശേഷിപ്പിക്കുന്ന ഈ വിഭാഗത്തിൻ്റെ സിഫത്ത് അൽ മുജാഹദത്തു ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരത്തിൽ വ്യാപൃതരാവുക എന്നുള്ളതാണ്. വ അന്നഹും സിലാബും ഫീ ദീനിഹിം, അവരുടെ ദീനിൻ്റെ കാര്യത്തിൽ അവർ ഉറച്ച മനസ്കരാണ്. ഇദാ ശറഉ ഫീ അംരി മിൻ ഉമൂരി ദീൻ, ദീനിൻ്റെ ഏതു കാര്യങ്ങൾ വന്നാലും അത് ഇൻകാരി മുൻകരിൻ ഔ അംരി ബിമാറൂഫിൻ, അങ്ങനെ എന്ത് കാര്യമാണെങ്കിൽ മലൂഫിഹി കൽ മസാമീരിൽ മുഹ്മാത്ത് ലാ യസഉഹും ഖൗലു ഖായിൽ, നമ്മളെ ആണി ഉണ്ടല്ലോ, ആണി പോലെ തറച്ചു നിൽക്കും അവർ. ചൂടാക്കിയ ആണി എവിടെയെങ്കിലും തറപ്പിച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ ആയിരിക്കും അവർ ചില കാര്യങ്ങളിൽ. ആര് എന്ത് ചെയ്താലും അവരവിടുന്ന് ലവലേശം മാറൂല. ലാ യസഉഹും ഖൗലു ഖായിൽ വലാ ഇഅ്തിറാദു മുഅ്തരിദിൻ വലാ ലൗമതു ലായിം, ഒരാക്ഷേപകൻ്റെ ആക്ഷേപമോ ഒരു ഒബ്ജക്ടറുടെ ഒബ്ജക്ഷനോ അതല്ലെങ്കിൽ ഒരാളുടെ സംസാരവും അവരെ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കൂല. എങ്ങനത്തെ ലൗമതു ലായിം, യശുക്കു അലൈഹിം ജിദ്ദുഹും ഫീ ഇൻകാരിഹിം വസലാബത്തിഹിം ഫീ അംരിഹിം, അല്ലേ? അപ്പോൾ ഇവരുടെ ഈ വർത്തമാനം കേട്ടാൽ ശരിക്കും മറ്റുള്ളവരാണെങ്കിൽ പോവേണ്ടതാണ്. പക്ഷെ ഇവർ അതിലങ്ങനെ ശക്തമായി ഉറച്ച് നിൽക്കും എന്നുള്ളത്. യശുക്കു അലൈഹി ജിദ്ദുഹും ഫി ഇൻകാരിയും വസലാബത്തിയും ഫി അംരിയും, അവരുടെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതും ആ ഇൻകാറിൽ കൃത്യമായി ശക്തമായി നിൽക്കുക എന്നുള്ളതൊക്കെ ശരിക്കും ബുദ്ധിമുട്ട് തന്നെയാണ് ഇവരുടെ ഈ വർത്തമാനം കേട്ടാൽ. കാരണം ഒരുപാട് പ്രലോഭനങ്ങൾ, മറ്റു തരത്തിൽ പറഞ്ഞാൽ പ്രകോപനങ്ങൾ, ഇതൊക്കെ ഉണ്ടായാലും അവർ ഉറച്ചു തന്നെ ഉണ്ടാവും. അവസാനിപ്പിക്കാൻ പോവുകയാണ്. അടുത്തത് ലൗമത്ത് എന്നുള്ളത്. ലൗമത്ത് എന്ന് പറയുന്നത് അൽ മറത്തു, ഇസ്മു മറയാണ്, ഒരു തവണ, വട്ടം എന്നൊക്കെ പറയണ മിനൽ ലൗമി, ലൗമിൽ നിന്നുള്ള. അപ്പം അർത്ഥം ഒരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു തവണത്തെ ആക്ഷേപം എന്നൊക്കെയാണ് അർത്ഥം. വഫീഹ വഫി തൻകീരി മുബാലകത്താൻ, ഈ ലൗമത്തു ലായിം എന്നാണ് പറഞ്ഞത്, അല്ലേ? അപ്പോൾ അത് മുനക്കറായിട്ട് തൻകീറായിട്ട് വന്നു. അതേപോലെ തന്നെ ഇസ്മു മറത്തുമാണ്, രണ്ടുമാണ്. ഇസ്മു മറത്തുമാണ്, പിന്നെ അതിൻ്റെ കൂടെ അലിഫ്ലാമോ അല്ലെങ്കിൽ മറ്റൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പം ഇങ്ങനെ പറഞ്ഞാൽ എന്തർത്ഥം? മുബാലകത്താനി, അതിൽ മുബാലകത്തുണ്ട്. കാരണം കീല ലാ യഖാഫുന ഷൈഅൻ ഖത്തു മിൻ ലൗമി അഹദി മിനൽ ലുവാം, ആക്ഷേപകരും വിമർശകരും എന്തൊക്കെ പറഞ്ഞാലും ആ വിമർശനം എത്ര ശക്തമായാലും ഓക്കെ. അത് കഴിഞ്ഞ് വദാലിക ഫളലുല്ലാഹി യുഅ്തീഹി മൻ യശാ, അദാലിക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷാറത്തുൻ ഇലാ മാ വസഫ ബിഹിൽ ഖൗമ മിനൽ മഹബ്ബത്തി വദ്ദില്ലത്തി വൽ ഇസ്സത്തി വൽ മുജാഹദത്തി വൻതിഫാഇ ഖൗഫിൽ ലൗമ. ഇങ്ങനെ അള്ളാഹു ഈ കൗമിനെ വിശേഷിപ്പിച്ചത് എന്തൊക്കെയുണ്ടോ അതെല്ലാം യുഅ്തീഹി യുവഫിഖു ലഹു മൻ യശാഉ മിമ്മൻ യഅലമു അന്ന ലഹു ലുത്ഫ, അള്ളാഹുവിനെ അറിയാം, അള്ളാഹു ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവിന് ഇവനക്ക് ലുത്ഫുണ്ട് എന്നറിയാവുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന തൗഫീഖാണ്. വാസിഉൻ, അള്ളാഹു എന്ന് പറയുന്നത് വാസിആണ്. കസീറുൽ ഫവാലിലി വൽ അൽതാഫ്, ഒരുപാട് ലുത്ഫും ഒരുപാട് ഫളിലുമുള്ള ആളാണ്. അലീമും ബിമൻ ഹുവ മിൻ അഹ്ലിഹ, ആരാണ് എന്തിൻ്റെ ആളുകൾ എന്ന് കൃത്യമായി അറിയുന്ന ആളുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.